മകനെ പൊന്മകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ പിൻവിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ച സ്വർഗം പോലും കണ്ട് കൊഴപ്പില്ല, കുറച്ച് പഠിച്ചിരുന്നു. നമുക്കൊന്ന് കളിച്ചു നോക്കിയാലോ? ഗുഡ് മോർണിംഗ്. അല്ല, എല്ലാരും ഇന്നത്തെ ഹോംവർക്ക് ഒക്കെ ചെയ്തല്ലോ അല്ലേ? ഓ അത് ശരി, കഥ പറഞ്ഞിരിക്കല്ലേ. പിന്നെന്തിനാ, ആർക്ക് വേണ്ടി ഞാൻ ക്ലാസ് എടുക്കുന്നത്? എന്താണ് ഇങ്ങനെ സംസാരിക്കാൻ? അത് മിസ്സേ, പിന്നെ സിനിമന്റെ കാര്യം പറയേനി. മിസ്സേ, നിങ്ങള് ലോക സിനിമ എടുക്കണോ? ആ രക്തം കുടിക്കുന്ന സീനുണ്ടല്ലോ എന്റെ മിസ്സേ. എനിക്ക് നസ്ലിന്റെ ക്യാരക്ടർ ഇഷ്ടമായത്. റീൽസ് സിനിമയൊക്കെ സന്തോഷം തന്നെ, പക്ഷെ ഇത് ക്ലാസ് ടൈമിൽ പറ്റില്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. എല്ലാവരും മലയാളം പുസ്തകം എടുത്തോ. ലോക സിനിമയേക്കാൾ നല്ലൊരു കഥ ഞാൻ പറഞ്ഞുതരാം. മിസ്സേ, ഇതില് ഫൈറ്റ് ഉണ്ടോ? ഉണ്ട്, വാക്ക് കൊണ്ടുള്ള ഫൈറ്റ് ഉണ്ട്. ശ്രദ്ധിക്ക്, മാഷിന്റെ വാക്ക്. എൻ്റെ വാക്കുകൾ എൻ്റെ കാതുകൾ കേട്ട വാക്കുകളാണ്. എൻ്റെ നാക്കു പറഞ്ഞ വാക്കുകളാണ്. ഞാനുമായി ആ വാക്കുകൾക്ക് രക്തബന്ധമില്ല. അവസാനമായി ഞാൻ എന്നോട് തന്നെ ഒരു വാക്ക്, എൻ്റെ വാക്കേ ഞാൻ കേൾക്കൂ. ഒരു മിനിറ്റ്, ഈ മെമ്മോ ഒന്ന് ശ്രദ്ധിക്ക്. നമ്മുടെ സ്കൂളിൽ നിന്നും മൈസൂരിലേക്ക് പഠനയാത്ര പോകാൻ ആഗ്രഹമുള്ളവർ 4 ദിവസത്തിനുള്ളിൽ ടീച്ചറുടെ കൈവശം പേര് നൽകുക. മനസ്സുകളുടെ പ്രണയക്കുളിരും മതിയാവിൽ ഒരു നാളിലും ഈ നല്ലൊരു നേരം ചാടിത്തണലും കടലത്തരമതിലും അതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും അനങ്ങിയ ഫോണാ, അനുഭവിച്ചോ? അമ്മി മോനെ എന്താച്ച കാട്ടിക്കോ, ഞാൻ പോവാ. ഞാനെന്തേ അവനോട് പറഞ്ഞ അനുസരിക്കണ്ടേ? പോവല്ലേ, വാ ഭക്ഷണം കഴിച്ചിട്ട് ഇനി പോവാ. ഭക്ഷണം കഴിക്കുന്ന ടൈമില്ലെങ്കിൽ
ആ ഫോണൊന്ന് മാറ്റിച്ചുടങ്കി. ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും മിണ്ടാതിരുന്നൂടെ? കണ്ടില്ലേ മോനെ എണീച്ചു പോയത്? മോനെ എന്നാ ഇത് കഴിക്കേ. ഫോൺ തന്നാ കഴിക്കോ നീ? ഗീതു, ഗീതു, ഇവിടെ ആരും ഇല്ലേ? ആരെയും കാണുന്നില്ലല്ലോ. ഫോൺ വിളിച്ചിട്ടാണ് എടുക്കുന്നുമില്ല. ആ, നീ ഇവിടെ ഇരിക്കുകയാണോ? എന്തെടുക്കുവാ? ഫോൺ കളിക്കാണോ? എന്നിട്ടാണോ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ? അമ്മ ഇവിടെ മോനെ? മോനെ, അമ്മ ഇവിടെ? ആ നീയോ? നീ എപ്പോ വന്നു? ഞാൻ കൊറേ നേരമായി എത്തിയിട്ട്. ഫോൺ വിളിച്ചിട്ടാണ് എടുക്കുന്നുമില്ല. അത് അറിയാൻ വന്നതാ. മോൻ നല്ല ഫോൺ കളിക്കാട്ടോ, നല്ലതല്ലേട്ടോ. ഞാൻ ഗെയിം കളിക്കല്ലായിരുന്നോ? അതുകൊണ്ടല്ലേ ഞാൻ ഫോൺ എടുക്കാന്. എന്റെ ആനിന്റെ മക്കളെ കാര്യം നോക്കിയാ മതി. എന്താ നീ പറഞ്ഞേ? സോറി പറയാ. മുതിർന്നവരാടാണോ നിന്റെ കളി? സാരില്ലടി, കുട്ടികളൊരു കാര്യം ഇനി മക്കൾ എന്തെല്ലാം മനസ്സിലാക്കാൻ കിടക്കുന്നു. ഹലോ, അപ്പുവിൻ്റെ മദറല്ലേ? ഞാൻ സ്കൂളിലെ HM ആണ്. ഒന്ന് അർജന്റായിട്ട് സ്കൂൾ വരെ വരണം. ഗുഡ് മോർണിംഗ് മാം. എന്തിനായിരുന്നു വിളിച്ചിരുന്നേ? അതെ, വിളിപ്പിച്ചത് നിങ്ങളെ മോന് കുറച്ച് വികൃതി കൂടുതലാണ്. മോനെ ഒരു കുട്ടിയുടെ തല അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. എന്താപ്പ ചെയ്യാ? എന്റെ ഈശ്വരാ, നിങ്ങൾ ക്ലാസ് പീറ്റിയേക്കൊന്നും വരാറില്ലേ? നിങ്ങളെ കാണാറില്ലല്ലോ. കുട്ടിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. അത് മാം, പിന്നെ എനിക്ക് ജോലി തിരക്കായതുകൊണ്ടാ വരാൻ കഴിയാത്തത്. അതൊക്കെ ശരി. ഇതാ, ഈ ഫോൺ മോന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. ഇതിനു വേണ്ടിയായിരുന്നു അടി നടന്നത്. അയ്യോ, ഇത് ഞാൻ വീട്ടിൽ വെച്ച ഫോണായിരുന്നല്ലോ. അവൻ വീട്ടിലൊക്കെ എങ്ങനെയാ? വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, ഫോണിൽ കളി കൂടുതലാന്നേ ഉള്ളൂ. ആ, അത് ശരി. അപ്പൊ ഫോണാണ് വില്ലൻ. മോന്റെ കാര്യത്തിൽ ഒന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ മാം. ഞാൻ എന്താ പറയാ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, വീട്ടിലെത്തട്ടെ കേട്ടോ. ശകാരിച്ചിട്ടൊന്നും കാര്യമില്ല, നല്ലോണം നോക്കണം. അമ്മയുടെ കുട്ടി നല്ല കുട്ടിയാ. ഇനി എനിക്ക് ഫോണേ വേണ്ട, ഞാൻ നല്ലോണം പഠിച്ചോളാം. ഞാൻ സ്കൂളിലോട്ട് പോവാട്ടോ. ടാറ്റാ. അച്ഛാനെ, ഇന്ന് ഈ സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികളെ ഈ മുട്ടയുണ്ട് വലിയിലാക്കണം. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം.
ഇന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഇനി ചോദിച്ചു വരുമ്പോ നമുക്ക് പൈസക്കും കൊടുക്കാം. അപ്പൊ 100, 200, 300 അങ്ങനെ ഏത് വിധേനയും നമുക്ക് പണം കൈക്കലാക്കണം. എന്താ ഇവിടെ പരിപാടി? ചോദിച്ചു കേട്ടില്ലേ? അത് സാറിനെ കാണാൻ വന്നതാ. എന്താടാ സാറെ കാണാൻ സ്കൂളിലേക്ക് വരണ്ടി, സ്റ്റേഷനിലേക്ക് വരണ്ടി? അത് സാറേ കലോത്സവവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനായിരുന്നു. എന്താടാ നിങ്ങളെ മുഖത്തൊക്കെ ഒരു കള്ളലക്ഷണം? അത് സാറേ പേടിച്ചിട്ടാ. ശരി, സാറിനെ കണ്ടിട്ട് 3 സ്ഥലം വിട്ടോണം. ഞാൻ തിരിച്ചു വരുമ്പോ ഈ പരിസരത്ത് കണ്ടുപോകരുത്. ഹാവു, മാരണം പോയി, കഴിച്ചിലായി. മച്ചാ, സ്കൂളില് ബെല്ലടിച്ച്. ഇപ്പൊ കുട്ടികൾ പുറത്തോട്ട് വരും. ആ നിക്ക് മുഴുവൻ പേർക്കൊന്നും ഇപ്പൊ കൊടുക്കണ്ട. കൂടിയ 1 or 2 പേർക്ക് മാത്രം. ആർക്കും സംശയം തോന്നരുത്. മോനെ ആ ബൈക്ക് നോക്കിയാ, അതാ ചേട്ടന്മാരുടെ തോന്നണേ. നമുക്കൊന്ന് പോയിട്ടാലോ? ചുണ്ടയിൽ കൊളത്തി തുടങ്ങിയിട്ടുണ്ട്. ചേട്ടാ, ഈ ബൈക്കിന് എത്ര പൈസ ആവും? 2 ലക്ഷം. നിങ്ങൾ 100 പറപ്പിച്ചിട്ടുണ്ടോ? പിന്നെ അതുക്കും മേലെ. ഇല്ല, അനിയന്മാർ എത്ര ക്ലാസ്സിലാ പഠിക്കണേ? നമ്മള് 3 8ലാ. നിങ്ങൾ മുട്ടായി ഒന്ന് കഴിച്ചു നോക്കി. വേണ്ട, ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കരുതെന്ന് നമ്മളോട് സാറ് പറഞ്ഞിട്ടുണ്ട്. മോനെ വേണ്ട, സാററിഞ്ഞ സീനാവട്ടോ. ഏയ്, സാറൊന്നും അറിയാൻ പോകുന്നില്ല. ഇതേ ഒരു പ്രത്യേകതരം മിഠായിയാ. ഇത് കഴിച്ചാൽ നിങ്ങൾ സ്വർഗം കാണും. ചേട്ടാ, ഒന്നും കൂടി തരുമോ പ്ലീസ്? അതിനെന്താ, ഇപ്പോൾ തരാം. ഇനി വേണമെങ്കിൽ പൈസ വേണം. അപ്പൊ ഞമ്മക്ക് നാളെ കാണാം. ഓക്കെ. പിറ്റേ ദിവസം അതേ സ്ഥലത്ത് അതേ സമയം. ബ്രോ, ഇന്ന് കുട്ടികൾ വരുമോ? വരും, വന്നിരിക്കും. അമ്മാരി സാധനമാണ് നമ്മൾ ഇന്നലെ കൊടുത്തിട്ടത്. ചേട്ടാ, ഇന്നലെ തന്ന മിഠായി തരുമോ? തരാം, കാശെടുക്ക്. ഇതാ കാശി. മിടുക്കൻ, മിടുക്കൻ. ഇതാ മിഠായി. ഇന്ന് ഞാൻ നീതുവിന്റെ ബാഗിൽ നിന്ന് പൈസ എടുത്ത്. നാളെ നിങ്ങളാരെങ്കിലും എടുക്കണം. എടാ, നീതു ഇതാ കരഞ്ഞോണ്ട് ഓടി വരുന്നു. എടാ, കൂടെ മാഷുണ്ട്. എന്താ അവിടെ എല്ലാരും ക്ലാസ് കയറിയേ? എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചേ. നീതുവിന്റെ ബാഗിൽ നിന്ന് 300 രൂപ കാണാതായിട്ടുണ്ട്. അത് ആരാണ് എടുത്തതെന്ന് അറിയാമോ? ഗീതുവിന് വയ്യാത്ത ഒരു അച്ഛനും അമ്മയുമാണ് ഉള്ളത്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആ പണം തിരിച്ചു കൊടുക്കണം. സാർ സോറി സാർ. പുറത്തുള്ള ചേട്ടന്മാർ സ്വർഗത്തിലേക്കുള്ള മുട്ടായി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് എടുത്തു കൊടുത്തു പോയത്. അയ്യോ മക്കളെ, ചതിച്ചല്ലോ. നിങ്ങൾ ലഹരി മാഫിയകളുടെ അടുത്ത് പെട്ടുപോയല്ലോ. ഞാൻ HMനെ വിളിക്കാം. സാർ വേണ്ട സാർ, ഞങ്ങളെ രക്ഷിക്കണം. സത്യമായിട്ട് ഞങ്ങൾ ഇനി പോയില്ല. ഞങ്ങളെ നിന്ന് രക്ഷിക്കണം. സാർ പുറത്ത് മതിലിനപ്പുറത്ത് ആ ചേട്ടന്മാർ നിൽക്കുന്നുണ്ട്. കേരള വണ്ടിയിലേക്ക്. നിന്നൊക്കെ ഇറക്കാൻ ഏത് കേമന്മാരെ വരുന്നതെന്ന് ഞാൻ കാണട്ടെ. എന്റെ വീട്ടിലുണ്ടാ മക്കള്. ശിരസ്സുയർത്തി പറയുക ലഹരി
കടിപ്പിടിൽ ഒരു നാളും നാം ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ടെമ്പാടും കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ടെമ്പാടും പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെങ്ങും നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ വിഷങ്ങൾ പലതുണ്ടരുതേ അവയുടെ അടുത്തു പോലും ചെല്ലരുതേ ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം വിധികർത്താക്കളുടെ ശ്രദ്ധയ്ക്ക് പരിപാടികൾ തുടരുന്നു. അടുത്തതായി വേദിയിൽ ചെസ് നമ്പർ 3. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. കുന്തത്തിലെ കുമരനുക്ക് കൊണ്ടാട്ടം അങ്ങേ കുന്തരമോ പെൺകളെല്ലാം കൊണ്ടാട്ടം കൊണ്ടാട്ടം കുന്തത്തിലെ കുമരനുക്ക് കൊണ്ടാട്ടം അങ്ങേ കുന്തരമോ പെൺകളെല്ലാം കൊണ്ടാട്ടം കൊണ്ടാട്ടം കുന്തത്തിലെ കുമരനുക്ക് കൊണ്ടാട്ടം 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 तांबडी चांबडी चमकते उन्हात लका 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 तांबडी चांबडी चमकते उन्हात लका 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 तांबडी चांबडी चमकते उन्हात लका 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 तांबडी चांबडी चमकते उन्हात लका 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 लका. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ அக்கமக அக்கா பக ஜனத்துருத்தி இருந்தாலே கடலுக்கு ரெடி சொல்லி பாசமுத்தம் தந்தாலே கதலிச்ச சந்தோஷத்தில் ஆகாயத்துல பறந்தேன்டா பிள்ளை ஒண்ணிச்சிருந்தாண்டா மாமண்டார அவன்தாண்டா அழகிய கொடியே என்னோடு பாம்பா ஓ அப்பன பாத்த பின்னாடி பாம்பா ஏ அழகிய கொடியே நீ என்னோடு பாம்பா ஓ அப்பன பாத்த பின்னாடி பாம்பா சலாம் சலாம் முஹம்மது சலாம் சலாம் யா அல்லாஹ் யா அல்லாஹ் யா அல்லாஹ் யா அல்லாஹ் யா அல்லாஹ் யா அல்லாஹ் ஜிஜி ஜாசி ஜாசி முபாரக் சலாம் சலாம் யா அல்லாஹ் யா அல்லாஹ் யா அல்லாஹ் யா அல்லாஹ் யா அல்லாஹ் 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ വഴിനീരിൻ കണവത്ത്
നടന്നതെന്നും തണലായി തേവന്റെ അരികിലെന്നും കൊഞ്ചിക്കുഴഞ്ഞവൾ കുണുങ്ങി നിന്നു. പാടവരമ്പിന്നറ്റത്ത് തമ്പ്രാൻ ചിരിയോടെ കളിയായി അടുത്തു വന്നു. ചിരുത പെണ്ണിനെ നോക്കി നിന്നു. ആ അഴകിൽ തമ്പ്രാൻ മയങ്ങി നിന്നു. ചതിയൊരുക്കി ദേവനെ തീർക്കാൻ നാളൊരുങ്ങി. കൂട്ടം ചേർന്ന് കഥമെനഞ്ഞു നെല്ലുകട്ടെന്നു മുദ്രകുത്തി. നാട്ടുകൂട്ടം ചേർന്ന് ദേവനെ ആറ്റിൽ മുക്കി താഴ്ത്തി. ഇതു കേട്ട ചിരുത നെഞ്ചുപൊട്ടി തേങ്ങി. ദൈവഹിതമോ നീച ചിന്തയോ? ഒളികണ്ണ തമ്പ്രാനെ വിളിച്ചു. അവൾ പകയോടെ ചിരിതൂകി നിന്നു. കൊതിയോടെ തമ്പ്രാൻ അരികിലെത്തി. കയ്യിൽ കരുതിയ അരിവാളുമായി തമ്പ്രാനെ ആഞ്ഞുവെട്ടി. പിടയുന്ന തമ്പ്രാനെ മതിമറന്നവൾ പകയോടെ നോക്കി നിന്നു. പ്രതികാരം തീർത്തവൾ പടിയിറങ്ങി. തമ്പ്രാന്റെ കൂട്ടാളർ തേടിയലഞ്ഞു. കണ്ണീരാട്ടിൻ വക്കത്ത് ദേവനെ ഓർത്തവൾ ഇടനെഞ്ചു പൊട്ടി തേങ്ങി. പകയോടെ വന്നവർ കടന്നു പിടിച്ചു. ക്രൂരമായി മർദ്ദിച്ചവളെ ഒരു കയറാൽ ആ മാവിൻ കൊമ്പത്ത് അവളെ കെട്ടി തൂക്കിയിട്ടു. പുലർന്നൊരാ നേരം നാടറിഞ്ഞു. ചിരുത പെണ്ണ് തൂങ്ങിയെന്ന്. കണ്ടവർ കേട്ടവർ സ്ഥിതി അറിയാതെ ധരിച്ചു നിന്നു. ചിരുത എന്തിനി കടുങ്കൈ ചെയ്തു ദൈവേ. ലാലേ 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 ചങ്കൊള്ള ചിരുതേ പെണ്ണേ, നീ ചെമ്പട്ടു പുതച്ചുറങ്ങാണോ? തെക്കേ മുറ്റത്തെ മരത്തിൻ്റെ കൊമ്പിലെ തൂങ്ങിയതെന്തിനാ പെണ്ണേ? ലാലേ ലാലേ
കരളേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിടുങ്ങാതെ ഫോറിൻ കാറിൽ ഡോളർ നോട്ടും കൊണ്ട് മാടി വിളിച്ചാൽ കൂട്ടിനു വരുമോ നീ കുട്ടിനെന്ന് കിട്ടില്ലല്ലോ ചേട്ടാ എന്റെ കരളിന്റെ വാതിൽ തുറക്കാതെ മയിലല്ലേ മർഹബ
പാതിച്ചിരി ചന്ദ്രികയെ 14 ചേലൊളിയെ കാക്കനിയെ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ സ്വർഗത്തിങ്കലെത്തിപ്പെട്ട എത്തീമിനാടെ ഒഴുകിക്കോളി അലങ്കാരത്തിൽ ആടിക്കോളി മഞ്ഞച്ചിട്ട് ചോപ്പിച്ചിട്ട് കൽവിൻ്റുള്ളം വെപ്പിച്ചോളി നിക്കാകത പറയുന്നത് സമമെന്നത് താങ്ങുന്നത് തലക്കുള്ളിൽ വെളിവെണ്ണാലോചോ ഇഞ്ഞെന്നത് വാരിന്റെ എല്ലോണ്ടൊരു പട ചെന്നെ പടച്ചോണ്ടൊരു പടപ്പാണത് മന് ജാതി മറക്കേണ്ടത് അതിന് കുത്തിരി കത്തിച്ച കൽവിലെ രാവിന്റെ ചൊട്ടില് മുത്തക കുത്തുരുവാതെ ചുടന്നൊരോട് മരന്റെ കൽവില് ആനന്ദം മുത്തുന്ന ചെഞ്ചെറുന്ന ഓളന്ന പത്തിക്ക് താവിന്റെ ചുട്ടില് ഒന്നെഴുതുന്നൊരു രാവ്